എൻ്റെ പൊന്നോ, ബിഗ് ബോസ് ഷൂട്ടിനിടയിൽ എന്തൊക്കെ സംഭവിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? വിശദമായി പറയാം. കഴിഞ്ഞ ദിവസമാണ് സെപ്റ്റിക് ടാങ്ക് എന്ന പദം ഉപയോഗിച്ച് അക്ബർ രേണുവിനെ ഓമന പേരിട്ട് നൽകിയത്. തിരിച്ചു വേട്ടപ്പെട്ടി എന്ന് അക്ബറിന് ഓമന പേര് രേണുവും നൽകി. ഇത് അവിടെ കഴിഞ്ഞു. ഒരു ഗെയിമാണ്, ഗെയിമിൻ്റെ സ്പിരിറ്റിൽ അതവിടെ കളഞ്ഞു. അതിനുശേഷവും രേണു പറഞ്ഞത് അമ്മമാരെ പ്രതിനിധീകരിച്ച് വന്ന ആളാണ്, എന്നെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സെപ്റ്റിക് ടാങ്ക് എന്ന പേര് ഇരട്ടപ്പേരായി കേൾക്കുന്നതെന്നായിരുന്നു രേണു പറഞ്ഞത്. പിന്നാലെ ബിഗ് ബോസ് പറയുന്നുണ്ട് അത് ഓമന പേരില്ല, അതൊക്കെ വെറുതെ കളഞ്ഞേക്കാൻ. എന്നെ വേറെ എന്തെല്ലാം പേര് വിളിക്കാം. ശരിക്കും ഉരുകിപ്പോയി. പുറത്തുനിന്നും ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ. അങ്ങനെ ആരെയും വിളിക്കാൻ പാടില്ല. മനുഷ്യ വിസർജ്യമാണ് ഞാനെന്നാണ് പറഞ്ഞത്. ഞാനൊരു പെണ്ണല്ലേ, സ്ത്രീയല്ലേ, അമ്മയല്ലേ, ഒരു വിധവയാണ്. സ്ത്രീ അമ്മയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലുള്ള ഓരോ ജനങ്ങളും. ആ സ്ത്രീത്വത്തിന് അപമാനമാണ് അക്ബറിൻ്റെ വാക്കുകൾ. പങ്കാളികളില്ലാത്ത എത്രയോ പേർ എന്തെല്ലാം കേൾക്കുന്നെന്ന് അറിയുമോ? അവരുടെ ഒരു ശബ്ദമായാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് രേണു അങ്ങ് പറയുകയും ചെയ്തു. ഇതിനിടയിൽ രേണുവിന് വിഷമമായിട്ടുണ്ടെങ്കിൽ താൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാണെന്ന് അക്ബർ പറയുകയും, എന്നാൽ അക്ബറിന്റെ സോറിയും വേണ്ട, ഒന്നും വേണ്ട, വിധവാ കാർഡിറങ്ങി ഞാനങ്ങ് കളിക്കുമെന്നാണ് രേണുവിൻ്റെ അഭിപ്രായം. ഇതേ ചൊല്ലി മറ്റു മത്സരാർത്ഥികളെല്ലാം രേണുവിനോട് പറയുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബിഗ് ബോസ് പറയും, അല്ലാതെ വിധവാ കാർഡ് ഇറക്കേണ്ട കാര്യമില്ല. എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ഇവരെയൊക്കെ എടുത്തിട്ട് ഉടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്നത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ? ആരായിരിക്കും എവിക്ഷനിലൂടെ പുറത്തേക്ക് പോവുക? കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.